1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പുരട്ടി വയ്ക്കാനായിട്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കണം. എടുത്ത് ഇതെല്ലാം കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കണം. Capsicum, 2 tomatoes, 2 big onions, 1 green chili, pudina leaves, 8 to 9 small onions, ginger and garlic, coriander leaves. So first we are going to grind ginger, garlic and small onions together. Now we have to grind these 3 masalas together to add in the chicken. This is pepper, fennel seed, cumin seed. അടുപ്പ് കത്തിച്ചു, പാത്രം ചൂടായി. ഇനി അതിലേക്ക് ഒരു 2 to 3 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക, കോക്കോനട്ട് ഓയിൽ. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ കോക്കോനട്ട് ഓയിലാണ് ടേസ്റ്റ്. ഓക്കെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, അത് കഴിഞ്ഞ് ഈ കറുവയുടെ ഇലയുണ്ട്, ഈ കുറച്ച് ഒഴിക്കുക. രണ്ടായിട്ട് കീറി ചുമതമുളക്, 4 മുളക് എടുത്തായിരുന്നു. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി അരച്ചതല്ല, ഇത് ചതച്ചതാണ്, അതിലേക്ക് ഇടുക. ഒന്ന് പച്ച സ്മെല്ല് പോകുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക. സവോള ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത് വട്ടം. ഇട്ട് കൊടുക്കുക. നേരത്തെ കുറച്ച് മഞ്ഞപ്പൊടി. മസാലയുടെ നിറം മാറുന്നത് വരെ വഴറ്റണം. കാപ്സിക്കം അരിഞ്ഞ് വെച്ചിടുകയാണ്. ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇത് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇടുക. 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. വെച്ചത് പച്ചമുളക് ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മതി. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതൊക്കെ ചേർത്ത് ടേസ്റ്റ് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കണം. 1 സ്പൂൺ ഗരം മസാല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി എണ്ണ കുറവായത് സ്വല്പം. ഇത് കാപ്സിക്കമാണ്, അത് പിന്നെ ഇങ്ങനെ തന്നെ കിടക്കുള്ളൂ. ബാക്കി ഉള്ളിയെല്ലാം നല്ല ചുമന്ന കിടക്കും. തക്കാളിയും കൂടെ ഇട്ട് അതിൻ്റെ ഒന്ന് ഇത് കുറച്ച് അത് മൂത്ത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ പുരട്ടി വെച്ച ചിക്കനാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, പക്ഷേ ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. പൊടിച്ച് വെച്ച മസാല ഇതിൻ്റെ പുറത്ത് മണം പോകുന്നതും വരെ കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇടുക. ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വേവണം. ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം. ഉപ്പുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടണം. പക്ഷേ ഇതിനിപ്പോൾ ഉപ്പുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളമൊക്കെ ഇട്ട് കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം. എനിക്ക് ഇത്തിരി കരിയേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമൊക്കെ വരും. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മളിനി ഗാർണിഷ് മാത്രം ചെയ്താൽ മതി, കൊറിയൻഡർ ലീഫ് വെച്ച്. ഇതിനകത്ത് കൊറിയൻഡർ ആൻഡ് പുതിന ലീഫ് രണ്ടും ഉണ്ട്. നൗ പെപ്പർ ചിക്കൻ ഇസ് റെഡി ടു സെർവ്.